സോ ഗൈസ്, പുതിയൊരു ബ്രേക്ക് ഡൗൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു. നിഫ്റ്റിയിൽ നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു 1:3.2 ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ പ്ലാൻ എന്ന് പറയുന്നത് 1:6 റിസ്ക് റിവാർഡുള്ള പ്ലാനാണ്. സോ ബുക്ക് ചെയ്ത ക്രൈറ്റീരിയ ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിഫ്റ്റിയിൽ ഇന്നത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി കറൻ്റ്ലി ഇന്റേണലി ആണ് മൂവ് ചെയ്യണേ. നമ്മൾ റീസെൻ്റ്ലി ഉള്ള ട്രേഡ്സ് എല്ലാം ഇന്റേണൽ ട്രേഡ്സ് ആണ്. സോ ഇവിടെ ഞാൻ ഒരു 0.7% ആണ്. ഇവിടെ ഞാൻ റിസ്ക് കുറച്ചും കൂടെ കുറച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇന്ന് എടുത്തിട്ടുള്ള ട്രേഡ് വളരെ റിസ്കി ആയിട്ടുള്ള ട്രേഡാണ്. സോ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണ്, നോർമലി നമ്മൾ എടുക്കുന്ന 1% താഴെയാണ് ഞാൻ ഇന്ന് റിസ്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അതാണ് മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. പ്രോബബിലിറ്റി അനുസരിച്ച് വേണം റിസ്ക് ആഡ് ചെയ്യാനും റിസ്ക് കുറക്കാനും. മനസ്സിലായോ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ സിനാരിയോ ഞാൻ പറയാം. ഒരു ഇന്റേണലി മാർക്കറ്റ് ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റീടെസ്റ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വിലിബ്രിയം വരെയുള്ള ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എക്സ്ട്രീമിൽ ഒരു ലിക്വിഡിറ്റി ഗ്രാമാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള കണ്ടീഷൻ. പ്രോപ്പർലി ഉള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷമാണ് നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ളൊരു എൻട്രി എടുത്തിട്ടുള്ളത്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവായിട്ടായിരുന്നു മാർക്കറ്റ് ഇന്നും അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ നമ്മൾ കുറച്ച് അഗ്രസീവായിട്ടുള്ള എൻട്രി മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എൻട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിലേക്ക് വൺ ടൈം എൻട്രി മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മനസ്സിലാക്കാം, അഗ്രസീവ് എൻട്രി ആയിരുന്നു, അഗ്രസീവ് ടാർഗറ്റ് ആയിരുന്നു. പ്രീമിയത്തിൽ നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞതാണ്. നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നാളെ പോയിട്ട് ഡയറക്റ്റ് മാർക്കറ്റിൽ ഈ പറയുന്ന എക്സിക്യൂഷൻ ട്രൈ ഔട്ട് ചെയ്യരുത്. വിത്ത് പ്ലാനിൽ വേണം ഇത് ചെയ്യാൻ. ഡയറക്ഷൻ പ്രോപ്പർ കൺഫർമേഷൻ പ്ലാൻ ഉണ്ടാവണം. സോ റിസ്കിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം, മറക്കണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഇന്നത്തെ ട്രേഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ബാ. സോ ഗൈസ്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി നമ്മൾ ഈ പറയുന്ന 24,527 എന്നുള്ളതിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ, ഇന്റേണൽ കണ്ടിന്യൂഷൻ, സ്ട്രക്ചർ കണ്ടിന്യൂഷൻ ആണ് നമ്മളിവിടെ നോക്കണേ. സോ ഇത് റിസ്ക് എൻട്രി ആയതുകൊണ്ട് തന്നെ 1% ആണ് കറൻ്റ്ലി. 0.8% മാത്രമേ ഞാനിവിടെ റിസ്ക് ചെയ്യുന്നുള്ളൂ. സോ കറൻ്റ്ലി നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, ട്രേഡിൽ നമ്മൾ കറൻ്റ്ലി എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ പ്രീമിയം നമ്മൾ ഓൾറെഡി ഒരു 16 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 183 നമ്മൾ എൻട്രി ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 300 ഒക്കെ ലോസ്റ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എടുക്കാനുള്ള റീസൺ നമുക്ക് ഇവിടെ ഒരു 1 മിനിറ്റിലേക്കൊരു അഗ്രസീവ് ആയിട്ടുള്ള സെല്ല് മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ഒരു VIB നമുക്ക് കാണാം. സോ ഈ VIBയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു എൻട്രി നോക്കിയിട്ടുള്ളത്. സോ ഇത് ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി മോഡലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് കറൻ്റ്ലി ഞാൻ ഈ പറയുന്ന പ്ലാനിനെ കംപ്ലീറ്റ്ലി എടുക്കുന്നില്ല. പ്ലാൻ കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 15 മിനിറ്റിൽ കംപ്ലീറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനാണ്. സോ ഇതിനുള്ളിലേക്കാണ് ഞാനിവിടെ RR കിട്ടുമെന്നുള്ളത് നോക്കണേ. മനസ്സിലാവും? ഇതാണ് കറൻ്റ്ലി കംപ്ലീറ്റ് പ്ലാൻ 1:6.7. സോ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത്രയും വലിയ ടാർഗറ്റ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ 1 മിനിറ്റിൽ ഒരു 1:2 എന്നുള്ള സിനാരിയോ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഈ ഒരു സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യും, നമ്മളിത് ഓൾറെഡി എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടെ നമ്മുടെ ഉണ്ട്. പക്ഷെ ഇവിടെയുള്ള ഈ ഒരു കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ നോക്കണേന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി മാർക്കറ്റ് റിവേഴ്സലായിട്ട് നിൽക്കാം. റിവേഴ്സൽ മാർക്കറ്റ് തന്നിട്ട് നിൽക്കുകയാണ്. സോ ഇതൊരു കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷനാണ് നമ്മൾ ഈ ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം അല്ലെങ്കിൽ നിയർ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും നോക്കാം എന്താവും എന്നുള്ള കാര്യം നോക്കാം. സോ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പൊസിഷനൈസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി നോക്കാം കേട്ടോ. 16 ഇൻറ്റു 150 ക്വാണ്ടിറ്റി നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തോ. ഈ രീതിയിലാണ് നിങ്ങൾ പൊസിഷനൈസ് ചെയ്യേണ്ടത് കേട്ടോ. ഏകദേശം 2400 ആണ് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള റിസ്ക്, ഈ ഒരു ട്രേഡിൽ എടുത്തിട്ടുള്ള റിസ്ക്. നിങ്ങൾക്ക് പ്രീവിയസ് നമ്മൾ എടുത്തിട്ടുള്ള റിസ്ക് ഇതും വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഐഡിയ മനസ്സിലാവും. ഹൈ റിസ്കി എൻട്രി ആയിട്ടുള്ളത് കൊണ്ടും പക്ഷെ നമ്മുടെ ഡയറക്ഷനിലേക്കുള്ള എക്സിക്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അഗ്രസീവ് ആയിട്ടുള്ള എൻട്രിയിൽ റിസ്ക് കുറച്ച് കയറി. മനസ്സിലാവും? സെക്കൻഡ് ഇവൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2 എൻട്രി ഞാനിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു എൻട്രി സക്സസ് ആയി ടാർഗറ്റ് ചെയ്ത് ഈ പറയുന്ന ഡേലോയൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രിയും കൂടെ ഞാൻ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ഈ ഒരു സോണിലേക്ക് ടാർഗറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള സിനാരിയോ കേട്ടോ.
ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ടാർഗറ്റ്. ഇതിലേക്ക് ടാർഗറ്റ് ചെയ്യാത്ത സിറ്റുവേഷൻ. ഇതാണ് നമ്മൾ 1:2 ഏകദേശം 183 to 18. ഇവിടെ നമുക്കൊരു 1:2 RR നമുക്ക് കിട്ടും. ഏകദേശം ഒരു 2500 അല്ലേ, റിസ്ക് ഒരു 5000 ആ ഒരു റേഞ്ചിലുള്ളത്. അപ്പോൾ ആ ഒരു റേഞ്ചിനെ ഗെയിൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഈവണിലേക്കോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് നോക്കാം. ആ സമയത്തുള്ള സിനാരിയും കൂടെ കോറിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. സോ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും 15 മിനിറ്റിൽ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് മേ ബി ഈ ഒരു മിറ്റിഗേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 0.5 മിറ്റിഗേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് 15 മിനിറ്റിൽ നമുക്കിതൊരു റേഞ്ച് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഒരു ഫുൾ പാക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു റീടെസ്റ്റ് കിട്ടിയിട്ടില്ല കറണ്ട്ലി നോക്കുകയാണെങ്കിൽ. ഇത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് കംപ്ലീറ്റ്ലി. ഇവിടെ ഇംബാലൻസസോ കാര്യങ്ങളൊന്നും കറണ്ട്ലി ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മേ ബി എന്തും സംഭവിക്കാം. ഹ്യൂജ് കറക്ഷനിലേക്കോ ഈ ഗ്യാപ്പിലേക്കൊക്കെ വരാം. സോ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് പ്രോപ്പറായിട്ടൊരു പ്രോപ്പർ പ്ലാൻ ഇപ്പോൾ കറണ്ട്ലി എടുക്കാൻ നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നമ്മൾ നോക്കാത്തത്. നിഫ്റ്റിയിലാണ് നമുക്ക് നല്ല നല്ല പ്ലാൻസ് കാര്യങ്ങൾ ഇപ്പോൾ കറണ്ട്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റി ഓൾറെഡി നമുക്ക് ഇനി ഓൾറെഡി ഒരു 1:1 അടുത്ത് തന്നു തോന്നുന്നു. ഇല്ല 1 തന്നിട്ടില്ല, 1.9 അടുത്ത് നമുക്ക് തന്നിട്ടുള്ള എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 1:1 ഒക്കെ മൂവ് ചെയ്തതായിട്ട് കാണാം. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഒരു പി ഞാൻ എല്ലാ ദിവസവും ഇടാറുണ്ട്. അത് ടോട്ടലി ഇത് ടാർഗറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാനത് ബുക്ക് ചെയ്യാറില്ല. സോ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് PNL അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിലല്ല ഗൈസ് കാര്യം. കാരണം എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ RR. നമുക്കിപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് RRലേക്ക് നിങ്ങൾ എപ്പോഴും ഫോക്കസ്ഡ് ആവണം. അതിൽ മാത്രമാണ് എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നിങ്ങൾ എപ്പോഴും PNL എനിക്ക് ഇത്രയും ടാർഗറ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ടാർഗറ്റ് ഫോളോ ചെയ്തൊരു കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ അഗ്രസീവ് ആണ്, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ ഞാൻ ഒരു 30 സെക്കൻഡിലേക്ക് കറൻറ്റ്ലി ഒന്ന് സ്വിച്ച് ചെയ്യുന്നുണ്ട്. സോ വേറെ ഒന്നിനുമല്ല, നമ്മളുടെ നിയർ ടാർഗറ്റ് ലെവലിലേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള കണ്ടീഷനിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1:2 തന്നെ എന്തായാലും ട്രെയിൽ ചെയ്യാണ്. ഇവിടെ നമ്മൾ ട്രെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ 30 സെക്കൻഡിലേക്കാണ് ട്രെയിലിംഗ് പ്ലാൻ ചെയ്യണം ഇനി. സോ ഈ ഒരു ക്യാൻഡിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് ട്രെയിൽ ചെയ്യണേ. ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് കറൻ്റ്ലി ഇവിടെ ഒരു 1:2.8 എന്നുള്ള ഒരു RR ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ 8000 ആണ്. നമ്മൾ എടുത്തുള്ള 2500 ആണ് കേട്ടോ റിസ്ക്. നിങ്ങൾ നോക്കുക, സെഗീൻ നമ്മൾ ഈ പറയുന്ന ലെവലിലേക്ക് ട്രെയിൽ ചെയ്യാം. ഏകദേശം 2.9 എന്നുള്ള RR ആണ് കറൻ്റ്ലി പോകുന്നത്. സോ ഇവിടെ നമ്മൾ കറൻ്റ്ലി ട്രെയിൽ ചെയ്തിട്ടുണ്ട്. നിയർ ക്യാൻഡിലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1:3 ആണ് കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ. സോ എന്തായാലും അവിടെ എക്സിറ്റ് ആയിട്ട് കാണാം. നിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്രോപ്പർ ആയിട്ടുള്ള ടാർഗറ്റ് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിലേക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് കറൻ്റ്ലി നമ്മൾ ഇന്നത്തെ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. ഞാൻ കുറച്ച് അഗ്രസീവ്, നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം കേട്ടോ. ഞാൻ എപ്പോഴും വെറുതെ വന്നൊരു ട്രേഡ് എടുത്ത് കാണിക്കില്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്കാണ് ഞാനിത് ചെയ്യുന്നത്. വെറുതെ വന്നൊരു എൻട്രി എടുക്കില്ല. ഇതേപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഹൈ ടൈം ഫ്രെയിം ലോ ടൈം ഫ്രെയിം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന സിനാരിയോസ് നോക്കണേ. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി 1:2.6 എന്നുള്ളത് 1:3 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഇൻഡെക്സിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പ്രോപ്പർ 1:3 തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ പ്രീമിയത്തിൽ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ എഗെയിൻ എക്സ്ട്രീം വന്നു, പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കണ്ടീഷനിൽ എൻട്രി ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേണമെങ്കിൽ ഞാൻ പറയണു, ഇനി വേണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യാം, മേ ബി ഇവൻ ഈ പറയുന്ന സിനാരിയോ ബ്രേക്ക് ചെയ്യാം. പക്ഷെ നമ്മളത് നോക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങനത്തെ ഒരു പ്രോപ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. സോ ഡിസിപ്ലിൻഡ് ആയിട്ട് പോവാട്ടോ കാര്യങ്ങളെല്ലാവരും, അതേപോലെ തന്നെ പോവാം. സോ ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും എൻട്രി ഉണ്ടെങ്കിൽ നോക്കാം. കറണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ഡൗൺ സൈഡ് സിറ്റുവേഷൻ അഗെയിൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് കറണ്ട്ലി നമ്മൾ എടുത്തിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ അഗെയിൻ നമ്മൾ എടുത്തിട്ടുള്ള കണ്ടീഷൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ,
സോ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ലോയിലേക്ക്. സോ ഏകദേശം 7,900 പ്രീവിയസ് നമ്മൾ ഏകദേശം 1% റിസ്ക് എടുത്ത് സെയിം പ്രോഫിറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരു 7,500 ആണ് നമുക്ക് 1:3 എന്ന് പറഞ്ഞാൽ ഏകദേശം 3 എബോ RR നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്കെയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിസ്ക് റിവാർഡിലേക്കാണ്. ഓക്കെ, നമ്മൾ എവിടെയാണ് ഇത് ട്രെയിൽ ചെയ്ത് എക്സിറ്റ് ചെയ്തത് കണ്ടോ, പ്രോപ്പർ ആയിട്ടുള്ള പീക്ക് ലെവലാണ്. ഈ ട്രെയിലിങ്ങിൻ്റെ ഒരു കണ്ടീഷനും അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ കറൻ്റ്ലി എക്സിറ്റ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ കണ്ടോ, 3.2 എന്ന് പറയുന്ന RR. അത് ഓൾറെഡി നിങ്ങൾക്ക് പേരിൽ കാണാം. മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇവിടെയും കൺഫർമേഷൻ ആയിട്ടുള്ള എൻട്രി ആണോ, ഒരു ഇന്റേണൽ മൊമെന്റം ബേസ് ചെയ്തിട്ടുള്ള എൻട്രി ആണ്. കൺഫർമേഷൻ എൻട്രിയിൽ ഞാൻ ഓൾറെഡി നല്ലൊരു റിസ്ക് ചെയ്തിട്ടുണ്ടാകും. നല്ലൊരു കൺഫർമേഷൻ എൻട്രിയിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷനും കൂടി നമുക്ക് ഓൺഗോയിങ് കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ എപ്പോഴെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നാളെയോ മറ്റന്നാളോ ട്രേഡ് കിട്ടുമോ എന്നുള്ളത്. കൺഫർമേഷൻ ട്രേഡ്സിന് വേണ്ടി നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റീസെൻ്റ്ലി നോക്കാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 10 to 20 ഡേയ്സ് 20 ട്രേഡിംഗ് ഡേയ്സിൽ കൺഫർമേഷൻ ട്രേഡ്സ് കിട്ടിയിട്ടില്ല. ഒരു റേഞ്ച് നാരോ റേഞ്ച് ആയതുകൊണ്ട് കണ്ടോ, ഈ ഒരു നാരോ റേഞ്ചിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തൊരു വെഡ്ജ് ഫോർമേഷൻ ആണ് മാർക്കറ്റിൽ കറൻ്റ്ലി. സോ അതുകൊണ്ടാണ് നമ്മളത് നോക്കാത്തതിൻ്റെ റീസൺ, ട്രേഡ്സ് നമുക്ക് കിട്ടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി എന്താണ് നടക്കുക ഏതാ നടക്കുക എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഓൾറെഡി കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്യുന്ന ആ ലോൺ നമുക്ക് ഓൾറെഡി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ വന്നിട്ടുള്ള ഈ ഒരു മൊമെൻറ്റം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഞാൻ എൻട്രി കയറുമ്പോൾ നോക്കാം. ഓക്കെ, സോ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ടോട്ടലി നമ്മളുടെ ഈ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ? എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ, മറക്കണ്ട. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മളുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഗുണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. പിന്നെ എനിക്കിതിൽ പറഞ്ഞു തരാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ എടുത്തിട്ടുള്ള റിസ്ക് റിവാർഡ് പ്ലസ് പ്ലാനാണ് നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു ബയാസിലേക്ക് അതിൻ്റെ റിസ്കിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളും ഒരു എക്സിക്യൂഷൻ നോക്കുമ്പോൾ അവിടെയുള്ള ബയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ബയാസിലേക്ക് ഏത് ടൈപ്പ് ഓഫ് എൻട്രി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻട്രീസ് ഫോളോ ചെയ്യുന്നവരുണ്ട്, ബ്രേക്ക് ഔട്ട് റേറ്റ്സ് കയറുന്നവരുണ്ട്, റീടെസ്റ്റ് എൻട്രീസ് കയറുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അവിടേക്ക് എൻട്രീനെ കൂടുതൽ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ പ്ലാൻസ് പ്രോപ്പർ ആയിരിക്കണം. സോ അതിലേക്ക് കുറച്ചും കൂടെ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ സീരീസ് ഓഫ് വീഡിയോസിൽ പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇന്റേണൽ സ്ട്രക്ചർ എന്താണ്, മേജർ സ്ട്രക്ചർ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റേണൽ സ്ട്രക്ചറിലാണ്. സോ മെയിൻ സ്ട്രക്ചർ മേജറാണ്. അപ്പോൾ മേജർ സ്ട്രക്ചർ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നീട് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നും കൂടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കണക്ട് ആവും. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.